നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കർണാടകത്തിലേക്ക് ഒരു പായസമാണ്. അത് നമുക്ക് ഈ ഓണത്തിന് ആ പായസം ആകട്ടെ, പരടി പായസം അല്ലെങ്കിൽ ബൂന്തി പായസം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ 1 ലിറ്റർ പാല് അടുപ്പേ വെച്ച് സ്റ്റൗ കത്തിച്ചു. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. പാലടുപ്പേ വെച്ചു, അത് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബൂന്തി ഉണ്ടാക്കണം. അതിന് നമ്മൾ സ്വല്പം എണ്ണ അടുപ്പേ വെച്ചു. വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും മതി. ഞാൻ വെജിറ്റബിൾ ഓയിൽ അടുപ്പേ വെച്ച് അത് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ബൂന്തിയുടെ മാവ് തയ്യാറാക്കാം. ഒരു 1/2 കപ്പ് കടലമാവ് എടുത്തു. അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ബൂന്തിയുടെ മാവ് തയ്യാറാക്കാം. ഒന്നും ചേർക്കണ്ട, പ്ലെയിൻ ബൂന്തിയ ഇത് മതി. ഇനി നമുക്ക് പാലിനകത്തേക്ക് പഞ്ചസാര ഇടാം. ബൂന്തി ആകുമ്പോഴത്തേക്ക് പഞ്ചസാരയും പാലും കൂടെ കിടന്ന് വറ്റണം. ഇനി ഈ ബൂന്തിയുടെ തവിയിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചിട്ട്, ബൂന്തിക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇടാം. എനിക്ക് കളറൊന്നും വേണമെന്നില്ല. രണ്ട് തവണയായിട്ട് നമുക്ക് വറുത്ത് പോരാം. അങ്ങനെ നമ്മുടെ ബൂന്തിയെല്ലാം വറുത്ത് കോരി അത് നല്ല കിരികിരാ ആവുമ്പോൾ നമ്മൾ ഇനി എടുത്ത് കണ്ടില്ലേ. ടിഷ്യൂ പേപ്പറിലൊന്നും എടുക്കണ്ട. ഇതേമാതിരി ഒരു ടവല് നമ്മൾ എന്തും വറുത്ത് കോരാൻ വെച്ചാൽ മതി. അത് വറുത്ത് കോരി എടുത്തു. അത് ഇവിടെ ഇരിക്കട്ടെ. പാല് തിളച്ച് പോവാതിരിക്കാനാണ് ഞാനിങ്ങനെ അടുപ്പ് വെച്ചപ്പോൾ ഇങ്ങനെ 2 തടിയുടെ തവി വെച്ചാൽ പാല് തിളച്ച് തൂവാണ്ടിരിക്കും. അതിനങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇടാം. അതിന് കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, പിസ്താഷ്യൂ, ബദാം. ഇത് 3. ബദാം ഞാൻ 2ആയിട്ട് മുറിച്ചു, പിസ്താഷ്യൂ മുറിച്ചു. ഇത് നമുക്ക് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം. എല്ലാവരും പിസ്താഷ്യൂ ഒന്നും മൂപ്പിക്കാറില്ല, ഞാനൊന്ന് മൂപ്പിക്കും. നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മളൊരു 1/2 ടീസ്പൂൺ നെയ്യെടുത്തു. ഇനി അത് ഉരുകട്ടെ. കണ്ടോ, നമ്മുടെ പാൽ എത്ര തിളച്ച് അയലും തൂവി പോവാത്ത. ഈ 2 തടിത്തവി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് തൂവി പോവാത്ത. അല്ലേ അത് തൂവിപ്പോവും. ഇങ്ങനെ വെച്ചാൽ മതി. കുറച്ചേ ഉള്ള 1 വെക്കും, ഒത്തിരി ഉണ്ട് 2 വെക്കും. നെയ്യ് ചൂടായി. ഇനി നമ്മൾ ആദ്യം കശുവണ്ടി ഇടും. അതൊന്ന് മൂത്ത് വരുമ്പോൾ ബാക്കിയെല്ലാം ഇടാം. ചുമന്ന് തുടങ്ങി. ഇനി നമുക്ക് ബദാം ഇട്ടു, പിസ്താഷ്യൂ ഇട്ടു. അതൊന്നും കൂടെ ഒന്നാകുമ്പോൾ നമുക്ക് കിസ്മിസ് ഇട്ടു. കിസ്മിസ് നല്ല വീർത്ത് വരുമ്പോൾ നമുക്കിത് നിർത്താം.
നമുക്കിത് നിർത്താം. ഈ ചൂടിക്കിടന്ന് നിർത്തോളും. എല്ലാം വീർത്ത് നല്ല പാകമായി. ഒരു 10-15 മിനിറ്റ് വറ്റണം പാല്. എന്നിട്ടേ നമ്മൾ ഇടാവുള്ളൂ. പാലൊക്കെ തിളച്ച് നമുക്കിനി ഒരു നുള്ള ഏലക്കരിയുടെ പൗഡർ ഇടാം. ഇതേ ഇടുന്നുള്ളൂ. ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ടതാ ഞാൻ. ഇനി നമ്മളുടെ പായസം റെഡിയായി. നമുക്ക് ബൂന്തി ഇടാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബദാമും കിസ്മിസും ഒക്കെ കൂടി നമ്മളുടെ പായസം റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ എളുപ്പം വെക്കാൻ പറ്റുന്ന ഒരു പായസമാണ്.